നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന നേട്ടങ്ങളും വികസന നയങ്ങളും ചർച്ച ചെയ്യുന്ന വികസന സദസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും വികസന സദസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദീർഘനാളുകളായിട്ടുള്ള ഒട്ടേറെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ഉദാഹരണം പറഞ്ഞാൽ, മലയോര ജില്ലയായ പത്തനംതിട്ടയിൽ ഒരു മെഡിക്കൽ കോളേജ് നമ്മുടെ സ്വപ്നമായിരുന്നു. ആ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായിരിക്കുന്നു. 4-ാം വർഷം വിദ്യാർത്ഥികൾ അവിടെ പഠനം ആരംഭിച്ചിരിക്കുകയാണ്. നഴ്സിംഗ് കോളേജുകൾ 4 നഴ്സിംഗ് കോളേജുകളാണ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെ ഈ കാലഘട്ടത്തിൽ ഈ 4 വർഷ കാലയളവിൽ നമുക്ക് തുടങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ റോഡുകൾ ഏതാണ്ട് എല്ലാ റോഡുകളും BMNBC നിലവാരത്തിലേക്ക് ഉയർത്തുവാനായിട്ട് സാധിച്ചു. സ്കൂളുകൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടും ഇപ്പോൾ വിദ്യാകരണത്തിന്റെ ഭാഗമായിട്ടും സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യത്തിൽ വലിയ മാറ്റമുണ്ടായി. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂമുകൾ സാധ്യമാക്കുന്നതിന് നമുക്ക് സാധിക്കുകയുണ്ടായി. പുതിയൊരു ആശുപത്രി നിലയ്ക്കലിൽ നിർമ്മാണം ആരംഭിക്കുകയാണ്. സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതിയൊക്കെ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ, പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് കിഫ്ബിയിലൂടെയുള്ള കുടിവെള്ള പദ്ധതി, പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം എത്രയോ വർഷങ്ങളായി നമ്മൾ ആഗ്രഹിച്ചതാണ്. സ്ഥലം ഏറ്റെടുത്ത് ആ നിലയിൽ അവിടെ ഒരു സ്റ്റേഡിയമായിട്ട് രൂപപ്പെടുത്തി ആധുനിക നിലയിലുള്ള സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടെ ഫുട്ബോൾ ടർഫ് ഉൾപ്പെടെ നമുക്ക് വേണമെന്നുള്ളത് നമ്മുടെ ആവശ്യമായിരുന്നു, സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യമാകുകയാണ്. 50 കോടി രൂപയാണ് ജില്ലാ സ്റ്റേഡിയത്തിന് വേണ്ടിയിട്ട് കിഫ്ബിയിലൂടെ അനുവദിച്ചത്. അങ്ങനെ ഓരോ വികസന പ്രവർത്തനങ്ങളും 5 നിയോജക മണ്ഡലങ്ങളിലും തിരുവല്ലയിലും അടൂരും ആറന്മുളയും റാന്നിയിലും കോന്നിയിലും റോഡുകൾ, സ്കൂളുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, മറ്റ് സൗകര്യങ്ങൾ, കുടിവെള്ള പദ്ധതികൾ ഇവയോരോന്നും യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ചർച്ച ചെയ്യാം, ഇനി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പത്തനംതിട്ട എങ്ങനെയായിരിക്കണം, നമ്മുടെ റാന്നി, നമ്മുടെ കോന്നി, നമ്മുടെ ആറന്മുള, നമ്മുടെ തിരുവല്ല, നമ്മുടെ അടൂർ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പുതുതായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് പുതുതായിട്ട് എന്തൊക്കെ വികസന മാതൃകകൾ തീർക്കാനായിട്ട് കഴിയും. ഈ അവസരം നമുക്ക് മുന്നിലുള്ള അവസരമാണ്. വികസന സദസ്സുകൾ, അതിൽ ദയവായി പങ്കെടുക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഈ അഭിപ്രായങ്ങളാണ് നാളെ നമ്മുടെ ജില്ല എങ്ങനെയാണ് എന്നുള്ളത് തീരുമാനിക്കുക. അതുകൊണ്ട് ഓരോരുത്തരുടെയും സാന്നിധ്യം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കും.